ഹായ് ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 13/2/2023 നടന്ന PSCയുടെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിൻ്റെ സ്ഥാപകനും എഡിറ്ററും. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. നമുക്ക് പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിൻ്റെ സ്ഥാപകനും എഡിറ്ററും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഔദ്. ഔദിനെയാണ് ഡൽഹൌസി ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് വിശേഷിപ്പിച്ചത്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഔദിനെയാണ്. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, 3 മാത്രം. അപ്പോൾ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കണം. 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡന്റായത്. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കണം എന്നിവയൊക്കെ. നാലാമത്തെ ചോദ്യം. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി വർഷമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡിയുടെ ശതാബ്ദി വർഷമാണ് 1921. 1921 വാഗൺ ട്രാജഡിയുടെ ശതാബ്ദി വർഷമാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 2, 3. ഏതൊക്കെയാണെന്ന് നോക്കാം. കുടിയരശി ഇ വി രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു ഫൂലെ. കുടിയരശി ഇ വി രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു ഫുലെ. ഒന്നുകൂടി നോക്കാം. കുടിയരശി ഇ വി രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു ഫൂലെ. ആറാമത്തെ ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2, 4, 1, 3. അപ്പോൾ ആദ്യം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, രണ്ടാമത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, മൂന്നാമത്തേത് ഫ്രഞ്ച് വിപ്ലവം, അത് കഴിഞ്ഞിട്ട് റഷ്യൻ വിപ്ലവം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ആദ്യം വരുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്, രണ്ടാമത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, മൂന്നാമത് ഫ്രഞ്ച് വിപ്ലവം, അത് കഴിഞ്ഞിട്ട് റഷ്യൻ വിപ്ലവം. അടുത്ത ചോദ്യം. വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആസാം. ആസാമുമായി ബന്ധപ്പെട്ടതാണ് മൂഗ സിൽക്സ്. വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് ആസാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 4 ഉപഗ്രഹം. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നലാണ് GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ആവശ്യം. അടുത്ത ചോദ്യം. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്നുദ്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മഹാനദി. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്നുദ്ഭവിക്കുന്ന ടെൽ നദി മഹാനദിയുടെ പോഷക നദിയാണ്. മഹാനദിയുടെ പോഷക നദിയായ ടെൽ നദി ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏത്?
ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബാർലി പയറുവർഗ്ഗം. റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നതാണ് ബാർലിയും പയറുവർഗ്ഗവും. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ബാർലിയും പയറുവർഗ്ഗവുമാണ് റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പശ്ചിമഘട്ടം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം പശ്ചിമഘട്ടമാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിലാണ് ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, തിപായ് മുഖ് ഡാം ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇന്ത്യ ബംഗ്ലാദേശ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ് തിപായ് മുഖ് ഡാം. തിപായ് മുഖ് ഡാം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്. അടുത്ത ചോദ്യം നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2, 3. തന്നിരിക്കുന്ന പ്രസ്താവനകളൊക്കെ ശരിയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. അടുത്ത ചോദ്യം നോക്കാം. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഉജ്ജീവനം പദ്ധതി. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. ഉജ്ജീവനം പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീയാണ്. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. അടുത്ത ചോദ്യം, ഗോൾഡൻ റവല്യൂഷൻ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ് സുവർണ വിപ്ലവം അല്ലെങ്കിൽ ഗോൾഡൻ റവല്യൂഷൻ. ഗോൾഡൻ റവല്യൂഷൻ അല്ലെങ്കിൽ സുവർണ വിപ്ലവം ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, PC മഹലനോബിസ്. PC മഹലനോബിസ് ആണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. അടുത്ത ചോദ്യം നോക്കാം. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം? ഉത്തരം ഓപ്ഷൻ എ ആണ്, 109. അനുച്ഛേദം 109 ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 109. അടുത്ത ചോദ്യം, താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2, 3. മായം ചേർക്കൽ, തൊഴിൽ എന്നിവയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ മായം ചേർക്കൽ, തൊഴിൽ എന്നിവയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. 21ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2ാമത്തേത്. വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നതാണ്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചാണ്. അടുത്ത ചോദ്യം, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത്?
ഉത്തരം ഓപ്ഷൻ സി ആണ്, PK തുങ്കൻ കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത്. 1989 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്തത് PK തുങ്കൻ കമ്മിറ്റിയാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 2, 3. തന്നിരിക്കുന്നത് 3 ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവുകളാണ്. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, ക്വാ വറന്റോ, സെഷ്യോററി. ഹേബിയസ് കോർപ്പസ്, ക്വാ വറന്റോ, സെഷ്യോററി എന്നിവ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവുകളാണ്. ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവുകളാണ് ഹേബിയസ് കോർപ്പസ്, ക്വാ വറന്റോ, സെഷ്യോററി എന്നിവ. അടുത്ത ചോദ്യം. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2, 4. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും, പരിസ്ഥിതി സംരക്ഷണം എന്നിവ. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണം എന്നിവ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 44. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി 44 അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2019 ഓഗസ്റ്റ് 5-ന്. 2019 ഓഗസ്റ്റ് 5-നാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ചത് 2019 ഓഗസ്റ്റ് 5-നാണ്. അടുത്ത ചോദ്യം. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2022-27. 2022-27 കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതിക്കാലം. കേരളത്തിലെ 14ാം പഞ്ചവത്സര പദ്ധതിക്കാലം 2022-2027. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 4. അപ്പോൾ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതികളാണ് താലോലം, സ്നേഹപൂർവ്വം, ശ്രുതിതരംഗം. താലോലം, സ്നേഹപൂർവ്വം, ശ്രുതിതരംഗം എന്നിവയൊക്കെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതികളാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതികളാണ് താലോലവും, സ്നേഹപൂർവ്വം, ശ്രുതിതരംഗം എന്നിവ. അടുത്ത ചോദ്യം. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം. ഉത്തരം ഓപ്ഷൻ എ ആണ്, 243 ഐയും 243 വൈയും. 243 ഐയും 243 വൈയുമാണ് കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് 243 ഐയും 243 വൈയും. അടുത്ത ചോദ്യം. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 22 രൂപ. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് 22 രൂപയാണ്. അടുത്ത ചോദ്യം നോക്കാം. പട്ടിക 1 ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പട്ടിക 2 ഗുണഭോക്താക്കൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, 4, 5, 1, 3. ഏതൊക്കെയാണെന്ന് നോക്കാം. മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർ, സമന്വയ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സ്, അഭയകിരണം നിരാലംബരായ വിധവകൾ, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷി ഉള്ളവർക്ക്. മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർ, സമന്വയ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സ്, അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകൾ, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിയുള്ളവർ. അപ്പോൾ മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർ, സമന്വയ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സ്, അഭയകിരണം പദ്ധതി
നിരാലംബരായ വിധവകൾ, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം, ഭിന്നശേഷിയുള്ളവർ. അടുത്ത ചോദ്യം, അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മാട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോട് കൂടെ അംഗീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മലേറിയ. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മാട്രിക്സ് എം വാക്സിൻ മലേറിയ രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്. മലേറിയ രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മാട്രിക്സ് എം വാക്സിൻ അംഗീകരിച്ചത്. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, വാദം ശരിയാണ്, കാരണം തെറ്റാണ്. അപ്പോൾ വാദം, ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. വാദം ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2, 4, 5. ഏതൊക്കെയാണെന്ന് നോക്കാം. തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണവുമായി മിനുക്കിയ അരി ഉൾപ്പെടുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. അപ്പോൾ ബെറിബെറിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ്: തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ച്? ഉത്തരം ഓപ്ഷൻ സി ആണ്, UAE. UAEയിൽ വെച്ചാണ് 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത്. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് UAEയിൽ വെച്ചാണ്. അടുത്ത ചോദ്യം, T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥിയാണ് T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി. T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയാണ്. അടുത്ത ചോദ്യം, ഏത് താപനിലയിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി ആണ്, -40 ഡിഗ്രി. സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായി വരുന്നത് -40 ഡിഗ്രിയാണ്. -40 ഡിഗ്രിയാണ് സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. അടുത്ത ചോദ്യം, ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആവൃത്തി. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ മാറ്റമില്ലാത്തത് ആവൃത്തിക്കാണ്. തരംഗ ദൈർഘ്യം, വ്യാപ്തി, വേഗത എന്നിവയ്ക്കൊക്കെ മാറ്റമുണ്ടാകുന്നു. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ ആവൃത്തിക്ക് മാറ്റമുണ്ടാകുന്നില്ല. അടുത്ത ചോദ്യം, ചാന്ദ്രയാൻ 3ൻ്റെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എയും സിയും. ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചു. ചാന്ദ്രയാൻ 3ൻ്റെ റോവർ ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചു. അപ്പോൾ ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3ൻ്റെ റോവർ സ്ഥിരീകരിച്ചത്. അടുത്ത ചോദ്യം, അക്വാ റീജിയ ഏതിൻ്റെ ഒരു മിശ്രിതമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, HCl HNO3. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും ഒരു മിശ്രിതമാണ് അക്വാ റീജിയ. അക്വാ റീജിയ എന്നത് HClൻ്റെയും HNO3യുടെയും ഒരു മിശ്രിതമാണ്.
അടുത്ത ചോദ്യം, വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഡാഷ് ആണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, Na2CO3.10H2O. Na2CO3.10H2O എന്നതാണ് വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യമാണ് Na2CO3.10H2O എന്നത്. അടുത്ത ചോദ്യം, സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, അലുമിനിയം. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയമാണ്. അലുമിനിയമാണ് വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നത്, കാരണം അതിന് സാന്ദ്രത കുറവാണ്. അടുത്ത ചോദ്യം, ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ആണ് ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത്. ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. അടുത്ത ചോദ്യം നോക്കാം. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വാങ്കരി മാതേ. വാങ്കരി മാതേ ആണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത വാങ്കരി മാതേ ആണ്. അടുത്ത ചോദ്യം, ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, A.J. ക്രോണിൻ. ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആ നോവലിൻ്റെ രചയിതാവ് A.J. ക്രോണിനാണ്. A.J. ക്രോണിൻ രചിച്ച നോവലാണ് ദ സിറ്റാഡൽ. A.J. ക്രോണിൻ ഒരു ഡോക്ടറാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി. അലാമിക്കളി കാസർഗോഡ് ജില്ലയിൽ കണ്ടുവരുന്ന ഒരു നാടോടി കലാരൂപമാണ്. അടുത്ത ചോദ്യം നോക്കാം. സൂക്ഷിച്ചു നോക്കൂ, കവിതയില്ലാത്ത എന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പി കുഞ്ഞിരാമൻ നായർ. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരുടെ വരികളാണ് സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ. ഉത്തരം പി കുഞ്ഞിരാമൻ നായർ. അടുത്ത ചോദ്യം, 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, എബ്രഹാം വർഗീസ്. എബ്രഹാം വർഗീസ് എഴുതിയ നോവലാണ് ദ കവനന്റ് ഓഫ് വാട്ടർ. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസ്. അടുത്ത ചോദ്യം മാത്സ് ആണ്. 0.01ൻ്റെ എത്ര ശതമാനമാണ് 0.001? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 10. 0.01 എന്നത് 0.001ൻ്റെ 10%. അടുത്ത ചോദ്യം, 15-3-4-5 = 25. ഇതിൽ ചേർക്കേണ്ട ശരിയായ ചിഹ്നങ്ങൾ ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 15 / 3 + 4 × 5 = 25 എന്നതാണ് ശരിയായിട്ടുള്ള ചിഹ്നങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ഒരു സ്കൂളിലെ ആകെ കുട്ടികളുടെ 55% പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളുമാണ്. പെൺകുട്ടികളിൽ 90% കുട്ടികളും ആൺകുട്ടികളിൽ 80% കുട്ടികളും വാർഷിക പരീക്ഷയ്ക്ക് ജയിച്ചു. ആ സ്കൂളിൽ മൊത്തം 6600 കുട്ടികൾ ഉണ്ടെങ്കിൽ തോറ്റ കുട്ടികൾ എത്ര ശതമാനം ഉണ്ട്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 14.5. അപ്പോൾ ആ സ്കൂളിൽ 14.5% കുട്ടികളാണ് തോറ്റത്. അപ്പോൾ ആ സ്കൂളിൽ തോറ്റത് 14.5% കുട്ടികളാണ്. അടുത്ത ചോദ്യം, 182-182-342. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 306. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് 306 വരുന്നത്. ഉത്തരം 306. അടുത്ത ചോദ്യം, അരുണും കണ്ണനും ഒരു നിശ്ചിത സ്ഥലത്തേക്ക് ബൈക്കുകളിൽ യാത്ര പുറപ്പെടുന്നു. അരുൺ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിലും കണ്ണൻ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിലുമാണ് സഞ്ചരിക്കുന്നത്. അരുൺ കണ്ണനേക്കാൾ 3 മണിക്കൂർ മുൻപ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ എത്ര ദൂരമാണ് അവർ സഞ്ചരിച്ചത്? ഉത്തരം
ഓപ്ഷൻ സി ആണ് 360 കിലോമീറ്റർ. അരുണും കണ്ണനും സഞ്ചരിച്ചത് 320 കിലോമീറ്റർ ദൂരമാണ്. 360 കിലോമീറ്റർ ദൂരമാണ് അവർ സഞ്ചരിച്ചത്. അടുത്ത ചോദ്യം, പ്രത്യേക കോഡ് ഭാഷയിൽ ടീച്ചർ എന്നത് WCDAKCU ആണെങ്കിൽ സ്റ്റുഡൻറ് എന്ന വാക്കിൻ്റെ കോഡ് എന്ത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് VRXBHLW. സ്റ്റുഡൻറ് എന്ന വാക്കിൻ്റെ കോഡ് VRXBHLW എന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. 3⁻0.25 ഇൻറ്റു 7⁻0.25 ഇൻറ്റു 16⁻0.49 ഡിവൈഡഡ് ബൈ 21⁻0.25 ഇൻറ്റു 16⁻0.24. ഉത്തരം ഓപ്ഷൻ എ ആണ് 2. ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് 2. അടുത്ത ചോദ്യം, 45 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു ലോഹത്തകിടിൽ നിന്നും 9 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര ചെറിയ സമചതുര തകിടുകൾ ഉണ്ടാക്കാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 25. 9 സെൻറ്റിമീറ്റർ വശമുള്ള 25 ചെറിയ സമചതുര തകിടുകൾ ഉണ്ടാക്കാൻ. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിൽ സമയം 12:20 ആകുമ്പോൾ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 110 ഡിഗ്രി. ഒരു ക്ലോക്കിൽ സമയം 12:20 ആകുമ്പോൾ സൂചികൾ തമ്മിലുള്ള കോണളവ് 110 ഡിഗ്രിയാണ്. അടുത്ത ചോദ്യം, ഒരാൾ വീട്ടിൽ നിന്നും കിഴക്കോട്ട് യാത്ര ആരംഭിച്ചു. പിന്നീട് വലത്തോട്ടും അതിനെ തുടർന്ന് വീണ്ടും വലത്തോട്ടും തിരിഞ്ഞ് യാത്ര തുടർന്നാൽ ഏതു ദിക്കിലേക്കായിരിക്കും അയാൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് പടിഞ്ഞാറോട്ട്. ഇപ്പോൾ അയാൾ യാത്ര ചെയ്യുന്നത് പടിഞ്ഞാറ് ദിശയിലോട്ടാണ്. ഇപ്പോൾ അയാൾ യാത്ര ചെയ്യുന്നത്. അടുത്ത ചോദ്യം ഇംഗ്ലീഷാണ്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി ഡാഷ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഷാൽ ബി. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി ഷാൽ ബി. അടുത്ത ചോദ്യം, ഐ വെൻറ്റ് ടു ഡാഷ് നാഷണൽ പാർക്ക് യെസ്റ്റർഡേ. ഉത്തരം ഓപ്ഷൻ സി ആണ് ദ. ഐ വെൻറ്റ് ടു ദ നാഷണൽ പാർക്ക് യെസ്റ്റർഡേ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഇഡിയം ഫോർ ദ വേർഡ് അണ്ടർലൈൻഡ്. സിദ്ധാർത്ഥ് ഈസ് എ സ്ട്രെയിറ്റ് ആരോ. ഉത്തരം ഓപ്ഷൻ എ ആണ് ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ. എ സ്ട്രെയിറ്റ് ആരോ എന്ന ഇഡിയത്തിൻ്റെ ഉത്തരം ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ എന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് യു വർക്ക് ഹാർഡ് ഡാഷ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. അടുത്ത ചോദ്യം, ഫോക്സ് പാസ് മീൻസ് ഡാഷ്. ഉത്തരം ഓപ്ഷൻ എ ആണ് an embarrassing or tactless act or remark in a social situation. ഫോക്സ് പാസ് എന്ന് വെച്ചാൽ an embarrassing or tactless act or remark in a social situation. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് BOURGEOIS. അപ്പോൾ BOURGOIS എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഡാഷ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് യു മസ്റ്റ്. യു മസ്റ്റ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഉത്തരം മസ്റ്റ് ആണ്. അടുത്ത ചോദ്യം, നെയ്തർ സാം നോർ റാം ഡാഷ് പ്രസൻറ്റ്. ഉത്തരം ഓപ്ഷൻ എ ആണ് ഈസ്. നെയ്തർ സാം നോർ റാം ഈസ് പ്രസൻറ്റ്. നെയ്തർ സാം നോർ റാം ഈസ് പ്രസൻറ്റ്. അടുത്ത ചോദ്യം, രാഹുൽ സെഡ് ഐ ലീവ് ഇൻ ചെന്നൈ ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഉത്തരം ഓപ്ഷൻ എ ആണ് രാഹുൽ സെഡ് ദാറ്റ് ഹീ ലീവ്ഡ് ഇൻ ചെന്നൈ. അപ്പോൾ രാഹുൽ സെഡ് ഐ ലീവ് ഇൻ ചെന്നൈ എന്നതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് രാഹുൽ സെഡ് ദാറ്റ് ഹീ ലീവ്ഡ് ഇൻ ചെന്നൈ എന്നാണ്. അടുത്ത ചോദ്യം, സിനോണിം ഫോർ ദ വേർഡ് പ്രിപ്പോസ്ട്രസ്. ഉത്തരം ഓപ്ഷൻ എ ആണ് കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ് അട്ടർലി അബ്സർഡ്. പ്രിപ്പോസ്റ്ററസ് എന്ന വാക്കിൻ്റെ സിനോണിം കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ് അട്ടർലി അബ്സർഡ് എന്നാണ്. അടുത്ത ചോദ്യം, മലയാളം. കുലം കൂലം ശരിയായ അർത്ഥജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് വംശം തീരം. കുലം എന്നാൽ വംശം, കൂലം എന്നാൽ തീരം. അപ്പോൾ കുലം എന്ന വാക്കിൻ്റെ അർത്ഥം വംശം എന്നാണ്, കൂലം എന്ന വാക്കിൻ്റെ അർത്ഥം തീരം എന്നാണ്. അടുത്ത ചോദ്യം, ജാമാതാവ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് മരുമകൻ. ജാമാതാവ് എന്ന പദത്തിൻ്റെ അർത്ഥം മരുമകൻ എന്നാണ്. മരുമകൻ എന്ന അർത്ഥം വരുന്ന പദമാണ് ജാമാതാവ്. അടുത്ത ചോദ്യം,
ശരിയായ വാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള വാക്യം. ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും. അടുത്ത ചോദ്യം, NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതിനു തത്തുല്യമായി ഉപയോഗിക്കാവുന്ന പദം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, നിരാക്ഷേപപത്രം. നിരാക്ഷേപപത്രം എന്നാണ് NOC എന്ന വാക്കിനു തത്തുല്യമായി ഉപയോഗിക്കാവുന്ന പദം. NOC എന്ന വാക്കിനു തത്തുല്യമായി ഉപയോഗിക്കാവുന്ന പദമാണ് നിരാക്ഷേപപത്രം. അടുത്ത ചോദ്യം, അലംഭാവം എന്ന പദത്തിൻ്റെ അർത്ഥം? ഉത്തരം ഓപ്ഷൻ എ ആണ്, മതിയെന്നുള്ള ഭാവം. അലംഭാവം എന്ന പദത്തിൻ്റെ അർത്ഥം മതിയെന്നുള്ള ഭാവം. അലംഭാവം എന്ന പദത്തിൻ്റെ അർത്ഥം മതിയെന്നുള്ള ഭാവം. അടുത്ത ചോദ്യം, ആർദ്രം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, നനവുള്ള. ആർദ്രം എന്ന പദത്തിൻ്റെ അർത്ഥം നനവുള്ള എന്നാണ്. ആർദ്രം എന്ന പദത്തിൻ്റെ അർത്ഥമാണ് നനവുള്ള. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിണ്ണാർ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത്. അപ്പോൾ ആദേശികസന്ധിക്ക് ഉദാഹരണമാണ് കണ്ണീർ, തണ്ണീർ, വെണ്ണീർ എന്നിവ. കണ്ണീർ, തണ്ണീർ, വെണ്ണീർ എന്നിവയൊക്കെ ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഋഷികളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒറ്റപ്പദം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആർഷ. ഋഷികളെ സംബന്ധിച്ച് എന്നതിൻ്റെ ഒറ്റപ്പദം ആർഷ. ആർഷ എന്നത് ഋഷികളെ സംബന്ധിച്ച് എന്നതിൻ്റെ ഒറ്റപ്പദമാണ്. അടുത്ത ചോദ്യം, സർക്കുലർ എന്ന പദത്തിനു പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പരിപത്രം. സർക്കുലർ എന്ന പദത്തിനു പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദം പരിപത്രം എന്നാണ്. പരിപത്രമാണ് സർക്കുലർ എന്ന പദത്തിനു പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദം. അടുത്ത ചോദ്യം, വൃദ്ധി എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ക്ഷയം. വൃദ്ധി എന്ന പദത്തിൻ്റെ വിപരീതമാണ് ക്ഷയം. ക്ഷയം വൃദ്ധിയുടെ വിപരീതമാണ്. അടുത്ത ചോദ്യം, ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സെൻട്രൽ ജയിൽ. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ സെൻട്രൽ ജയിലാണ്. സെൻട്രൽ ജയിലിലാണ് ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ? ഉത്തരം ഓപ്ഷൻ സി ആണ്, തവനൂർ. തവനൂർ സെൻട്രൽ ജയിലാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യത്തെ സെൻട്രൽ ജയിൽ. അടുത്ത ചോദ്യം, സെൻട്രൽ ജയിൽ ജോയിൻറ്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വനിതാ ജയിൽ സൂപ്രണ്ട്. സെൻട്രൽ ജയിൽ ജോയിൻറ്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തികയാണ് വനിതാ ജയിൽ സൂപ്രണ്ട്. വനിതാ ജയിൽ സൂപ്രണ്ട് സെൻട്രൽ ജയിൽ ജോയിൻറ്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തികയാണ്. അടുത്ത ചോദ്യം, നെട്ടുകാൽ തിരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1962. 1962 നെട്ടുകാൽ തിരി തുറന്ന ജയിൽ രൂപീകരിച്ചത്. നെട്ടുകാൽ തിരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം 1962. അടുത്ത ചോദ്യം നോക്കാം. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്ത ചോദ്യം, കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, PA to DGP. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ PA to DGP ആണ്. PA to DGP ആണ് കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ. അടുത്ത ചോദ്യം നോക്കാം. 2005 വിവരാവകാശ നിയമത്തിൻ്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിജിലൻസ്. 2005 വിവരാവകാശ നിയമത്തിൻ്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് വിജിലൻസ് ആണ്. CISF, അസം റൈഫിൾസ്, CRPF എന്നിവയൊക്കെ 2005 വിവരാവകാശ നിയമത്തിൻ്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം? ഉത്തരം ഓപ്ഷൻ സി ആണ്, 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം 30 ദിവസമാണ്. അടുത്ത ചോദ്യം,
വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധിയുള്ളവ. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധിയുള്ളവയാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തുന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഒരു സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ, പൊതുസ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വവും ചുമതലകളും സംബന്ധിച്ച വിവരങ്ങൾ, ഉദ്യോഗസ്ഥരുടെ പ്രതിഫല വിവരങ്ങൾ എന്നിവ. അടുത്ത ചോദ്യം. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്. വൈസ് പ്രസിഡന്റ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് വൈസ് പ്രസിഡന്റാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി, ലോകസഭ പ്രതിപക്ഷ നേതാവ് എന്നിവരൊക്കെയാണ്. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ് എന്നിവരൊക്കെയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആണ് 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. വകുപ്പ് 2(1)(c). 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് നിർവചിക്കുന്ന വകുപ്പാണ് വകുപ്പ് 2(1)(c). വകുപ്പ് 2(1)(c) ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് നിർവചിക്കുന്ന 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിലെ വകുപ്പ്. അടുത്ത ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. അടുത്ത ചോദ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രികയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖയാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. അടുത്ത ചോദ്യം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 3 വർഷ കാലയളവ് പുനർനിയമന യോഗ്യതയുണ്ട്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് 3 വർഷമാണ്. പുനർനിയമന യോഗ്യതയും ഉണ്ട്. 3 വർഷത്തെ കാലയളവിലാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്. പുനർനിയമന യോഗ്യതയുമുണ്ട്. അടുത്ത ചോദ്യം. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ്. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ സിഗ്മണ്ട് ഫ്രോയിഡാണ്. സിഗ്മണ്ട് ഫ്രോയിഡാണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിൻ്റെ അന്തർമുഖമായ ലക്ഷണം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിൻ്റെ അന്തർമുഖമായ ലക്ഷണം. മാനസിക സമ്മർദ്ദത്തിൻ്റെ അന്തർമുഖമായ ലക്ഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. വർദ്ധിച്ച ഹൃദയമിടിപ്പ്. ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം വർദ്ധിച്ച ഹൃദയമിടിപ്പാണ്. വർദ്ധിച്ച ഹൃദയമിടിപ്പാണ് ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം. അടുത്ത ചോദ്യം. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്.
ഹോവാർഡ് ഗാർഡനർ ആണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹോവാർഡ് ഗാർഡനർ ആണ്. അടുത്ത ചോദ്യം, മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്തപ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആത്മസാക്ഷാത്കാര ആവശ്യം. മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്തപ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യമാണ് ആത്മസാക്ഷാത്കാര ആവശ്യം. ആത്മസാക്ഷാത്കാര ആവശ്യമാണ് മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്തപ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.